ആ കോള് എൻ്റെ സ്കൂളിൽ നിന്നായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് ലോഗോ ഉണ്ടാക്കിയതുപോലെ ആ ലോഗോൻ്റെ ഒരു ലോഗോ റിവീൽ ആനിമേഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് സ്കൂളിൽ ചോദിച്ചു. ഞാനത് സമ്മതിച്ചു. അങ്ങനെ ഒരു നല്ല ഐഡിയ ലഭിക്കാൻ വേണ്ടി എനിക്ക് കിട്ടുന്ന മാക്സിമം വിഷ്വൽസ് ഞാൻ റെഫറൻസ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഐഡിയയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐഡിയാസ് എടുത്തിട്ട് ഒരു സ്റ്റോറി ബോർഡ് ഡിസൈൻ ചെയ്യാനതാണ്. ഇനി നമ്മുടെ ഈ സ്റ്റോറി ബോർഡിനെ ആനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് എൻ്റെ സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്. ഒരെണ്ണം ബ്ലെൻഡറും രണ്ടാമത്തെ ആഫ്റ്റർ എഫക്ട്സും. ഇനി ആദ്യത്തെ ആനിമേഷൻ ഫുള്ളായിട്ട് ബ്ലെൻഡറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. ബ്ലെൻഡറിൽ എൻ്റെ ലോഗോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിനൊരു 3D ഫയൽ ആക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി എൻ്റെ ലോഗോനെ ഒരു SVG ഫയലായിട്ട് സേവ് ചെയ്തിട്ട് അതിൻ്റെ ബ്ലെൻഡറിൽ ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. ഇതിൻ്റെ ലോഗോയിൽ വളരെ ബേസിക് ആയിട്ടുള്ള ലൈറ്റിങ്ങും അതുപോലെ തന്നെ ആനിമേഷൻസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ആനിമേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ആനിമേഷൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ആനിമേഷൻ ഉണ്ടാക്കാം. ഈ വീഡിയോയിലത്തെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആനിമേഷനാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നമ്മളൊരു ലിക്വിഡ് മെറ്റലിലൂടെ നമ്മുടെ ലോഗോ റിവീൽ ആവണ പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ആനിമേഷൻ നമ്മുടെ ബ്ലെൻഡറിൽ ചെയ്യാൻ കുറേ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ മെത്തേഡുകളും നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഒരു മെറ്റൽ മെൽറ്റ് ആകുക അതുപോലെ തന്നെ നമ്മുടെ ബ്ലെൻഡറിലും നമ്മൾ ചെയ്ത് നോക്കുവാൻ പോവാണ്. ഈ മെത്തേഡ് വർക്കാവാത്തത് കാരണം നമ്മൾ മറ്റൊരു മെത്തേഡിലൂടെ ഇത് ട്രൈ ചെയ്യാൻ പോവാണ്. ഈ മെത്തേഡിൻ്റെ ഐഡിയ എനിക്ക് ലഭിച്ചത് ഡക്കി 3D എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഈ മെത്തേഡിൽ നമ്മൾ ബ്ലെൻഡറിലത്തെ പല ഷെയ്ഡേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ആനിമേഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ബാക്കിയുള്ള നമ്മുടെ ആനിമേഷൻസ് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ 3 സിമ്പിൾ ആനിമേഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. അതും കൂടിയും നമുക്ക് വേഗം ഉണ്ടാക്കാം. നമ്മുടെ എല്ലാ ആനിമേഷൻസും ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഡവിഞ്ചി റിസോൾവ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്.